ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ചിനെ കുറിച്ചുള്ള വാർത്ത ഇന്നലെ 2 വാർത്താ ചാനലുകൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ പറയുന്നത് അത് മിമിക്രി ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. എന്തായാലും ഹൈറിച്ചിലെ ലീഡർമാരെ, കോടികൾ ഉണ്ടാക്കിയ ലീഡർമാരെ സൊസൈറ്റി എന്ന് പറഞ്ഞും പുതിയ പുതിയ തട്ടിപ്പ് കമ്പനികൾ 1000 രൂപയുടെ ബാഗ് 10,000 രൂപയ്ക്ക് വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹൈറിച്ചിൽ നഷ്ടപ്പെട്ട പണം തിരികെ പിടിക്കാം എന്നുള്ള പുതിയ വാഗ്ദാനങ്ങളാണ്. അതുപോലെ തന്നെ മറ്റു കുറച്ച് ലീഡർമാരെ ഓരോ മാസവും ഓരോ കമ്പനി തുടങ്ങി ആൾക്കാരെ മൂഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇ ഡി ഇതൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടിരിക്കുമ്പോൾ ഇവന്മാരെ എന്നാൽ പിന്നെ മതി ഇവന്മാരുടെ കളി എന്നുള്ള അർത്ഥത്തിലാണ് ഇ.ഡി. ഇപ്പോൾ 2ാം ഘട്ട അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. 2ാം ഘട്ട അന്വേഷണം ഉണ്ടാവുമെന്ന് ഇ.ഡിയുടെ കുറ്റപത്രം സമർപ്പിച്ച 1ാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ച വേളയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2ാം ഘട്ട അന്വേഷണം എന്തായാലും ഉണ്ടാവും, ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ. 1ാം ഘട്ട അന്വേഷണത്തിൽ 1651 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇ.ഡി കണ്ടെത്തിയിരുന്നത്. 1651 കോടി രൂപ. അതിൽ വെറും 260 കോടി രൂപയുടെ അസറ്റുകൾ മാത്രമാണ് ഇ.ഡി ഫ്രീസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള 1300 കോടി രൂപ ഇവിടെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അത് എവിടെയൊക്കെയാണ് ഇവരെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളായിരിക്കും അടുത്ത ഘട്ടത്തിൽ, അതായത് തുടങ്ങിക്കഴിഞ്ഞ 2ാം ഘട്ടത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. കഴിഞ്ഞ ഘട്ടത്തിൽ 37 പ്രതികൾ, ഫേമിനെ അടക്കം 37 പ്രതികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2ാം ഘട്ടത്തിൽ അതിൻ്റെ എത്രയോ മടങ്ങ് അധികം പ്രതികൾ ഉണ്ടാവാനാണ് സാധ്യത. ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ പ്രതികൾ തന്നെ പറഞ്ഞു, നമ്മൾ മാത്രമല്ല കോടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്, മറ്റുള്ളവരും കോടികൾ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. അത് പിന്നെ നമ്മളോടുള്ള അനീതിയാണ്. ഇതിനേക്കാൾ പൈസ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇങ്ങനെ കേസും കൂട്ടവും ഇല്ലാതെ നടക്കുന്നുണ്ട് എന്നുള്ള മൊഴികൾ ഇവർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ മാപ്പ് സാക്ഷിയാക്കണം എന്ന് പറഞ്ഞ് ഇവരൊക്കെ അപേക്ഷയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യ കാലത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ വിറ്റ് കോട്ടിട്ട് യൂട്യൂബിലൂടെ ഒരുപാട് വീഡിയോ ചെയ്ത സ്ത്രീ അടക്കം ഒരുപാട് പേർ പുതിയ കുറ്റപത്രത്തിൽ ഇടം പിടിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ വലുതാണ്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ സൊസൈറ്റിയുടെ സ്റ്റേജുകളിൽ അവരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ സജീവമായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ 4ഉം 5ഉം കാറുകളുള്ള, സ്പോർട്സ് കാറുകളിലുള്ള ആൾക്കാർ ഒക്കെ, അവരൊക്കെ ലീഡർമാരുടെ വലിയ പരാതിയായിരുന്നു എന്തുകൊണ്ട് അവനൊന്നും ഇ.ഡിയുടെ പ്രതിപട്ടികയിൽ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നിലവിലുള്ള പ്രതികളുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അവരുടെ പരാതികൾ പരിഹരിക്കാനുള്ള നടപടികൾ കൂടി ഇ.ഡി കൈക്കൊള്ളും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, പ്രതാപൻ കഴിഞ്ഞ 2024 ജൂലൈ 4-ാം തീയതി മുതൽ പോലീസിൻ്റെ സംരക്ഷണത്തിലും പോലീസിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സൗജന്യ ഭക്ഷണ പദ്ധതിയുമായി ഭാഗമായിട്ട് പ്രതാപൻ ഇപ്പോൾ കഴിയുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരുപാട് ആൾക്കാർ ഈ തട്ടിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്ന 5 പൈസ ഗതിയില്ലാതെ എല്ലാ പണവും യുവമാർക്ക് കൊണ്ടു കൊടുത്ത് ഇപ്പോൾ ജീവിക്കാൻ ഗതിയില്ലാത്ത ആൾക്കാർ ഈ ലീഡർമാരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് നമ്മൾ വളരെ കഷ്ടത്തിലാണ്, നമുക്ക് ജീവിക്കാൻ ഗതിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ തട്ടിപ്പുമായിട്ട് പുതിയ പുതിയ കമ്പനിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ്. അത്തരത്തിലുള്ള ലീഡർമാരെ കണ്ടെത്തി അവർക്കും സൗജന്യ പാർപ്പിടം, സൗജന്യ ഫുഡ് ഏർപ്പാട് ചെയ്യാനുള്ള കാര്യങ്ങളും ഇ.ഡി ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ 37 പ്രതികളിൽ ഒറ്റ മിനിറ്റ്, പ്രതാപൻ കെ.ഡി മാത്രമാണ് അറസ്റ്റിലായിരിക്കുന്നത്. 2ാമത്തെ പ്രതി ശ്രീന കെ.എസ്, 6ാമത്തെ പ്രതി റീത്ത വി.ഡി, റിയാസ് വി.ടി, സിന്ധു പ്രകാശ്, ദിലീപ് ഷൈജു,
അനിൽകുമാർ, അനന്തപുരി അസോസിയേറ്റ്സിൻ്റെ അനിൽകുമാർ, അതുപോലെ തന്നെ റോയൽ ഗ്രാൻഡ് ഡിജിറ്റൽ അസോസിയേറ്റിൻ്റെ സുരേഷ് ബാബു, ദിനുരാജ്, ഫിജീഷ്, അമ്പിളി അബ്രഹാം, ഗംഗാധരൻ, സമീർ ആൾത്തറയിൽ, ജിനിൽ വീട്ടി, കനകരാജ്, ബഷീർ കുട്ടൂർ, ലക്ഷ്മണൻ പി, തംസപ്പ് മാഡം, ഷമീന നസീർ, അതുപോലെ തന്നെ മുനവർ, പ്രശാന്ത് പി നായർ, പിന്നെ ഒരു പറ്റം ഈ ലിസ്റ്റിൽ പെടാത്ത ഒരുപാട് ആൾക്കാർ. എല്ലാവർക്കും തന്നെ സർക്കാരിൻ്റെ പാർപ്പിട അല്ലെങ്കിൽ സൗജന്യ ഫുഡ്, സൗജന്യ പാർപ്പിടം, സൗജന്യ ഇലക്ട്രിസിറ്റി, സൗജന്യ യാത്ര അതിൻ്റെ ഭാഗമാവാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. എല്ലാവരും ജാഗ്രത എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ഉണ്ടാവുകയും കൂടുതൽ പണം കണ്ടുകെട്ടുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന നിരവധി പരാതികൾക്ക് അവർക്ക് പണം തിരികെ കൊടുക്കാനുള്ള തക്കതായ എമൗണ്ട് സർക്കാരിന് ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇ ഡിയുടെ കോടതിയിൽ കേരള സർക്കാർ അപേക്ഷ നൽകിയിരിക്കുകയാണ്. ബഡ്സ് അതോറിറ്റി അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഇവരുടെ പിടിച്ചെടുത്ത 212 കോടി രൂപ ബഡ്സ് അതോറിറ്റിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ള തീരുമാനം അടുത്ത 19-ാം തീയതി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബൈ.